പാറു തന്നുകൊണ്ട് മാത്രമേ ഞാൻ കുടിക്കുന്നത്. വേഗം കുടിക്കും ബ്രോ. പാർവതി പറഞ്ഞാ മുഴുവനും കുടിപ്പിക്കണമെന്ന്. പാറു, അയ്യോ, താൻ എന്താണോ ഈ കാണിച്ചത്? കുടിച്ച് വെളിവില്ലാതെ മനുഷ്യന്റെ നെഞ്ചത്തൊന്ന് കയറാണോ? പാറുവിനെ കാണാനില്ല. എന്താ ഗിരിയേട്ടാ, എന്താ പറ്റി? മൂക്കറ്റം കുടിച്ചിട്ട് നാലുകാലിൽ നിൽക്കുന്ന കണ്ടില്ലേ? ഗിരിയേട്ട കുടിച്ചല്ലേ? എന്തിനാ കള്ളം പറയുന്നേ? ഗിരിയേട്ടൻ കുടിച്ചു. ഇതേപോലത്തെ ലോക്കൽസിലേക്ക് എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? പൊളിച്ച്. പാർവതി, താൻ ഗിരിയേട്ടനെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്വസ്ഥമായിട്ടൊന്ന് നിർത്ത്. ഗിരിയേട്ടാ, വാ ഗിരിയേട്ടാ, വാ. എന്താടാ നിങ്ങള്? ഗിരിയേട്ടാ, ഗിരിയേട്ടൻ എന്തീ കാണിച്ചേ? ജീവിതത്തില് ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ലാത്ത ആളല്ലേ ഗിരിയേട്ടൻ. പിന്നെ ഇന്ന് എന്തിനു മദ്യപിച്ചു? മദ്യത്തിന്റെ മണം എനിക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് കുടിച്ചില്ലത്ര. ഞാൻ എന്ത് സന്തോഷത്തോടെയാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തതെന്ന് അറിയോ? എന്നിട്ടിപ്പം എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കേട്ടില്ലേ? ഗിരിയേട്ടൻ എന്തിനാ എന്നോടൊപ്പം വന്നത്? ആ ചിന്ത ഗിരിയേട്ടൻ ഉണ്ടായില്ലല്ലോ. ഇങ്ങനെ കുടിച്ച് ബോധം കെട്ടി തല ഒണിച്ചിരിക്കുന്ന ഗിരിയേട്ടൻ എന്നെ തിരിച്ചെങ്ങനെ വീട്ടിൽ കൊണ്ടാക്കും? അന്നേരം അവരത് അവരുടെ ആവശ്യത്തിന് ചെയ്യുന്നതായിട്ടാ എനിക്ക് തോന്നിയത്. എന്നാൽ അതൊരു ചതിയായിരുന്നു എന്ന് ഗിരിയെ കൊണ്ട് അവർ ആ ജ്യൂസ് കുടിപ്പിക്കുമ്പോഴാ എനിക്ക് മനസ്സിലായത്.
ഞാനത് തടയാൻ നോക്കും മുമ്പ് ഗിരി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. ഞാൻ കുടിക്കൊന്നുമില്ല, ഒന്നാലും കുടിക്കില്ല. എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്ത വാക്കാ, അതൊന്ന് തെറ്റിപ്പോയി. ഗിരി അത് മനഃപൂർവ്വം ചെയ്തതല്ലോ. ആരോട് പറയാനാ, ആര് കേൾക്കാൻ? ഗിരിയൊന്നും അറിഞ്ഞതല്ലെന്ന് ഞാൻ പാർവതിയോട് പറയാം. അതൊന്നും വേണ്ട. വേണം, സത്യം പാർവതി അറിയണം. പാറു ഒന്നും അറിയണ്ട. ഞാൻ കുലകാരൻ, ഇല്ല ഏറ്റവും കുഴപ്പം. ഞാൻ വെറുതെ ഓരോന്നും ചിന്തിച്ചു. ഒന്നും വേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. പാറുവിന്റെ നിലയും വിലയും ഒക്കെ ഞാൻ ഓർക്കണമായിരുന്നു. സിദ്ധാർത്ഥ ഡോക്ടറില്ലേ, ഡോക്ടർ, അവര് തമ്മിലുള്ള കല്യാണം നടക്കണ്ടത്. ഡോക്ടർ അവിടെ, പഠിപ്പും വിവരമില്ലാതെ ഞാൻ അവിടെ. അതെന്താ ഗിരി അങ്ങനെ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഗിരിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതാണ്.